അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് രണ്ട് സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഒന്ന് എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് രാവിലെ ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ്. അത് സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അത് ഞാൻ റവയൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് വറുത്തിട്ടൊന്നുമില്ല, നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ റവ മാറ്റിയതിന് ശേഷം ഒരു ചൂട് കട്ടിയുള്ള ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പൊടിപ്പൊടിയായി അരിഞ്ഞിട്ട് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാനൊരു പകുതി വലിയ ഉള്ളിയും 2 പച്ചമുളകും പാടെ ഇട്ടിട്ടുണ്ട്. വലിയ ഉള്ളി ഒന്ന് കളർ വ്യത്യാസമൊന്നും വരണ്ട കേട്ടോ. നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. കളർ വ്യത്യാസം നമ്മുടെ ഉപ്പുമാവിൻ്റെ കളറേ വ്യത്യാസമാവും. പിന്നെ അത് നല്ലപോലെ ഒന്ന് വഴന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം എടുത്ത് അതേ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് റവയാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3/4 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാനത് അതിലേക്ക് റവ ഇടുന്നുണ്ട്. റവ ഇട്ടിട്ട് നല്ലപോലെ കട്ട പിടിക്കാതെ നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിപ്പോൾ ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ആക്കി വെച്ചിരിക്കുന്നത് റവ ഇട്ടതിന് ശേഷം. ഇനി കട്ടൊന്നും പിടിക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ഞാനത് മൂടി വയ്ക്കേണ്ട ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതങ്ങനെ ആവിയിലിരുന്നിട്ട് ഒന്നുകൂടി സോഫ്റ്റായി കിട്ടും. അപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനത് മൂടി വയ്ക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഡ്രൈ ആയിട്ടല്ല ഉണ്ടാകുക, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇത് ഇങ്ങനെ ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി. ഞാൻ ഇതിൻ്റെ മുമ്പിൽ വെജിറ്റബിൾസും നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ഉപ്പുമാവൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2-3 ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കിയിട്ടാണ്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. കട്ട പിടിച്ചിട്ട് ഒന്നുമില്ല, അടിപൊളി ഉപ്പുമാവാണ്. പിന്നെ ഞാൻ ചോറൊക്കെ രാവിലെ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കുന്നത് രണ്ടും സിമ്പിളായിട്ടുള്ള കറിയും ചോറും ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്. ചോറൊക്കെ ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും വെക്കൽ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇനി കറി ഉണ്ടാക്കുന്നത് കുമ്പളങ്ങൻ്റെ ഒരു കറിയാണ്. ഇതും സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 5 മിനിറ്റ് മതി. അതിൻ്റെ കുമ്പളങ്ങയൊക്കെ ഞാൻ തോല് ചെത്തി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ച കുമ്പളങ്ങ നല്ലപോലെ കഴുകിയിട്ട് ഇനി ചട്ടിയിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന കുമ്പളങ്ങയ്ക്ക് അനുസരിച്ചിട്ട് എടുക്കുക. ഇതൊരു സിമ്പിൾ കറി പറഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. ഈ വേനൽക്കാലത്ത് വേനൽക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ ഇത് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനത് മൂടി വയ്ക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നോൽമ്പിനൊക്കെ ഇത് അത്താഴത്തിനൊക്കെ ഞാൻ ഉണ്ടാക്കും കേട്ടോ. ചിരങ്ങ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. പിന്നെ ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ വെളുത്തുള്ളി ഒന്ന് ഞാൻ നല്ലപോലെ ഒന്ന് വരുതി ഉടച്ചു കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി മാത്രം. നാടൻ കുമ്പളങ്ങ ആയതുകൊണ്ട് പിന്നെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങനെ വെച്ചാലും നാടൻ കുമ്പളങ്ങ നല്ല ടേസ്റ്റാണ്. ഞാൻ അതിൻ്റെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വരുതി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. നോമ്പിന് അത്താഴത്തിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ചൂടിനും കൊടും ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറി തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങയും ജീരകവും അരച്ചിട്ട് ചേർക്കാം. ഞാനതൊന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇനി മൂടി വയ്ക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ഇടാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.